അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ കൊണ്ട് നമുക്കൊരു നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയാലോ, സേമിയ ഉപയോഗിച്ചിട്ടാ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിതാ ഈ സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിത് ചെറുതാക്കി ഒന്നങ്ങാണ്ട് കട്ട് ചെയ്തെടുക്കുക, പൊടിച്ചെടുക്കുക കേട്ടോ. ഈ അളവിൽ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ ലേശം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് സേമിയ അതിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഇനി നമുക്ക് ഇത് നല്ല ഒന്നങ്ങണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെ നോക്കണം. ഇത് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നല്ല ചൂട് ആക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളി കട്ട് ചെയ്തത്, ക്യാരറ്റ് കട്ട് ചെയ്തത്, ക്യാപ്സിക്കം കട്ട് ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല അങ്ങോട്ട് വെന്ത് ഇതാവണ്ട, ഒന്ന് കടിക്കണ രൂപത്തിലായിരിക്കണം കേട്ടോ. ചെറുതായിട്ട് കടിക്കുന്ന രൂപത്തിൽ മതി. നല്ല വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നല്ല വേവും വേണ്ട, എന്നാൽ നല്ല കടിക്കും വേണ്ട, അങ്ങനത്തെ ഒരു വിധത്തിലായിരിക്കണം കേട്ടോ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ കിട്ടേണ്ടത്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല ഒന്നങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അത് നമുക്കത് മൂടിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട വേണം. മുട്ട ഒന്ന് അതിലേക്ക് പൊട്ടിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ സേമിയൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വെന്ത് കുഴയുണ്ട് കേട്ടോ. വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സാലനുണ്ടല്ലോ അതിലേക്ക് ഒന്നങ്ങണ്ട് ചേർത്ത് കൊടുക്കുക. ലേശം വെള്ളത്തോട് കൂടി തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിതാ മാഗിൻ്റെ ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം വരുന്ന പീസാണ്. 2 പീസാണ് ഇതിൽ വരുന്നത്. ഇതൊന്ന് നമുക്ക് കൈകൊണ്ട് നല്ലൊന്നാണ് പൊടിച്ചിട്ട് ഒന്നങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മാഗിൻ്റെ ക്യൂബൊക്കെ എല്ലായിടത്തും ആവണ രീതിയിൽ നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ടേസ്റ്റൊക്കെ എല്ലാ സ്ഥലത്തും ആവണ രീതിയിലിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പിന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി സേമിയയിലൊക്കെ ഇട്ടതാണ്. നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുമ്പോൾ അതിലും ഇട്ടതാണ്. അപ്പോൾ മാഗിൻ്റെ ക്യൂബിലും ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ശേഷം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇഷ്ടമാവും ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. സേമിയ കഴിക്കണില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നല്ല ഇഷ്ടമാണ്. നൂഡിൽസ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് കുട്ടികൾക്ക് സ്നാക്സിനൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും.